ഇത് ശരിക്കും ശ്രദ്ധിക്കണം. അതിനാണ് ഉപനിഷത്ത് പറയുന്നത്, യഥോർണനാഭിസൃജതേ ഗൃഹ്ണതേ ച യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാ സംഭവതീഹ വിശ്വം. യഥോർണനാഭിസൃജതേ ഗൃഹ്ണതേ ച യഥാ പൃഥിവ്യാമോഷധയ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാ സംഭവതീഹ വിശ്വം. യഥാ എപ്രകാരമാണോ, ഏന പ്രകാരേണ എങ്ങനെയാണോ, ഊർണനാഭി, ഊർണനാഭി എന്ന് പറഞ്ഞാൽ നാഭിയിൽ ബന്ധിക്കാൻ കഴിവുള്ള ജന്തു, എട്ടുകാലി, ചിലന്തി എന്നൊക്കെ പറയാം. ഊർണനാഭി. അതിൻ്റെ നാഭിയിൽ നിന്ന് എല്ലാത്തിനെയും ബന്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു പശ പുറത്തേക്ക് ഇങ്ങനെ വരും. അതുകൊണ്ടാണ്, അങ്ങനെയാണ് ആ പേര് വന്നത്. പശയെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഊർണനാഭി, എട്ടുകാലി, ചിലന്തി യഥാ എപ്രകാരമാണോ സൃജതേ ഗൃഹ്ണദേശ, സൃഷ്ടിക്കുന്നു, ഗ്രഹിക്കുന്നു, പുറത്തേക്ക് പ്രകടമാക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഇത് ചിലന്തി അഥവാ എട്ടുകാലി വല നെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. വല നെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഈ പശ ഉറച്ചു കഴിഞ്ഞാൽ, പശ വായുവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡ് കൊണ്ട് ഉറയ്ക്കും. ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ദൃഷ്ടാന്തം ശരിയാവണമെങ്കിൽ വായു സമ്പർക്കം കൊണ്ട് അത് ഉറച്ച് നൂലാവുന്നതിന് മുമ്പുള്ളതാണ് ഈ പറയുന്നത്. പുറത്തേക്ക് വരുന്നു, അത് അതേപടി ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഡിസൈൻ അല്പം തെറ്റിപ്പോയി എന്ന് കണ്ടാൽ ഉടനെ അത് അങ്ങോട്ടനെ പോണ കാണാം. അപ്പോൾ ആ പശ മുഴുവൻ ഇല്ലാതാവണ കാണാം. എന്തൊരു അതിൻ്റെ അളവ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു മില്ലിമീറ്റർ മാറ്റം വരില്ല. മധ്യം, അതിന് ചുറ്റും ചെറിയൊരു വര, അതിന് ചുറ്റും ചെറിയ വര, കുറച്ചും കൂടിയും കൂടും, കുറച്ചും കൂടിയും കൂടും. ആ കൂടുന്ന റേറ്റ് കറക്റ്റ് ഒരേ പ്രപ്പോർഷനാണ്. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അകലം കൂടും, അകത്തോട്ട് വരുന്നതോറും അകലം കുറഞ്ഞ് 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 ഏകീഭവിച്ച പോലെയാവും. എന്തൊരു അത്ഭുതം! ഇവർക്ക് ആരാ ഈ അളവും കണക്കൊക്കെ പഠിപ്പിച്ചേ? എന്തൊരു അത്ഭുതം നോക്കൂ. ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചിട്ട് ഈശ്വരീയമായ മഹാശക്തിയിൽ അഥവാ തത്വത്തിൽ ഒരാൾ ശ്രദ്ധാലുവല്ല എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ മന്ദൻ വേറെ ആരാ ഉള്ളത്? അല്ല, ആലോചിച്ച് നോക്കൂ. തമാശ പറയാലോ, എന്തൊരു അത്ഭുതം അതൊക്കെ. ഒരു ഉപനിഷത്തും വേണ്ട, ഒരു ഗ്രന്ഥവും പഠിക്കേണ്ട, ജന്തുക്കളെ ഒന്ന് നോക്കിയാൽ മതി, നമ്മളെ ചുറ്റുപാട് ഇങ്ങനെ നിരീക്ഷിച്ചാൽ മതി. അത്യത്ഭുതമല്ലേ? ഇതൊരു മില്ലിമീറ്റർ മാറ്റം വരില്ല അതിൻ്റെ ആ കണക്കിന്. ഓരോ കോണും 90 ഡിഗ്രിയിൽ അങ്ങനെ ആയിട്ട് വട്ടം 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 വട്ടമായിട്ട്. അതാ നെയ്യുന്ന സമയം നോക്കിയാൽ കാണാം, പുറത്തേക്ക് പശ വന്ന് ചിലപ്പോൾ കണക്ക് തെറ്റി തോന്നി അപ്പം തന്നെ അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ പിന്നെ അത് കാണില്ല, പിന്നെ പുതിയ സർക്കിൾ ഉണ്ടാക്കും. ഇങ്ങനെ അതില്ലാണ്ട് പിന്നെ ഒരാളില്ലാണ്ടോ? ജന്മാദ്യസ്യ യതഃ, അതല്ലേ വേദാന്തത്തിൻ്റെ സാരം. ജന്മാദ്യസ്യ യതഃ യതഃ യസ്മാത് കാരണാത് അസ്യ ജഗതഃ ജന്മാദി, അതല്ലേ വേദാന്തത്തിൻ്റെ അടിത്തറ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ബൗദ്ധ ശൂന്യവാദത്തിലേക്ക് എത്തിപ്പോവും, ഒന്നുമില്ലാന്നായിപ്പോവും.
അപ്പോൾ എങ്ങനെയാണോ ചിലന്തി അഥവാ എട്ടുകാലി ഈ വലയെ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നതും തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നതും. എന്താണ് ഈ കൽപ്പനയുടെ വിശേഷം നമുക്ക് പിന്നെ പറയാം. ആദ്യം അർത്ഥം പറയാം. യഥാ എപ്രകാരമാണോ പൃഥിവ്യാം ഭൂമിയിൽ ഓഷധയ സംഭവന്തി, ഓഷധികൾ സംഭവിക്കുന്നത്. ഓഷധയ സംഭവന്തി, ഓഷധി സസ്യങ്ങൾ. അപ്പോൾ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് എങ്ങനെയാണോ, അതാണ് രണ്ടാമത്തെ ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തങ്ങൾക്കൊക്കെ വിശേഷത ഉണ്ട്, പിന്നെ ചിന്തിക്കാം. മൂന്നാമത്തെ ദൃഷ്ടാന്തം യഥാ എപ്രകാരമാണോ സതഹ പുരുഷാത്, ഉള്ള മനുഷ്യനിൽ നിന്ന്, ജീവനുള്ള ആളിൽ നിന്ന് കേശലോമാനി, തലമുടിയും രോമങ്ങളും വളരുന്നത്. മൂന്ന് ദൃഷ്ടാന്താ പറഞ്ഞത്. ഒന്നാമത് പറയുന്നത് ചിലന്തിയിൽ നിന്ന്, ചിലന്തി സർജനം ചെയ്യുന്നു, ഉപസംഹരിക്കുന്നു എങ്ങനെയോ. രണ്ട്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് എങ്ങനെയോ. മൂന്ന്, ജീവനുള്ള മനുഷ്യനിൽ നിന്ന് കേശരോമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവോ. ഇവിടെ ആദ്യം പറഞ്ഞതിൽ ഈ സൃഷ്ടിക്കുന്നതിനും സംഹരിക്കുന്നതിനും കാര്യാന്തരത്തെ സ്വീകരിക്കുന്നില്ല ചിലന്തി. തന്നിൽ നിന്ന് തന്നെയാണ് പ്രസരിപ്പിക്കുന്നത്, തന്നിലേക്ക് തന്നെയാണ് ഗ്രഹിക്കുന്നത്, വേറൊന്നുമില്ല. അതുകൊണ്ട് ചിലന്തിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും നമുക്ക് അനുഭവത്തിലില്ല, നമുക്ക് തോന്നുന്നില്ല. വ്യക്തമാണല്ലോ. രണ്ടാമത്തതിൽ ഭൂമിയിൽ നിന്ന് ഭിന്നമാണ് സസ്യമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആണോ? ആണോ? അല്ല. ഇതിപ്പോൾ എന്താണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഒരു അസിഡിറ്റിക്ക് ഒരു ഗുളിക കഴിച്ചത്, അത്രയേ ഉള്ളൂ. ഗുളികയല്ല, നല്ല ശാപ്പാട് ആർക്ക് വേണ്ടാൽ കഴിക്കാം. ഒരു പരസ്യം കൂടി ആയിക്കോട്ടെ. അപ്പം ഭൂമിയിൽ നിന്ന് ഭിന്നമെന്ന പോലെ ഈ ചെടി നമ്മൾ കാണും. വാസ്തവത്തിൽ ഭൂമിയിൽ നിന്ന് ഭിന്നമാണോ? വിത്ത് ഭൂമിയിൽ നിന്ന് അന്യമാണോ? അല്ല, അതൊക്കെ ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ഈ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് നല്ല ദൃഷ്ടാന്തമുണ്ട്. ഒരു കാലത്ത് സസ്യനിബിഡമായ സ്ഥലമായിരുന്നു അട്ടപ്പാടി പ്രദേശം, കൊടുങ്കാട്. പിന്നീട് വൃക്ഷങ്ങൾ മുഴുവൻ മുറിച്ച് 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 മരുഭൂമിക്ക് സമാനമായി തീർന്നു. ഒരു മരം പോലും ഇല്ലാത്ത സ്ഥലമായി. കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴോ വീണ്ടും മരങ്ങൾ ധാരാളം വന്നു. ഇടക്കാലത്ത് വിട്ടുപോയ ആനകളൊക്കെ വന്നു. ഇടക്കാലത്ത് ക്ഷയിച്ച സ്ഥലത്തൊക്കെ മരങ്ങൾ വന്നു. കുറേ കുഴിച്ചിട്ടതുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. എഫോറസ്റ്റേഷൻ സ്കീം അനുസരിച്ച് കുഴിച്ചിട്ട കുറേ മരങ്ങളുണ്ട്. അല്ലാത്തത് ഒരുപാട് മുളച്ചിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ എവിടെയായിരുന്നു? ശരിക്കും അട്ടപ്പാടി പോയാൽ കാണും. അത് പാലക്കാട് ജില്ലയിൽ തന്നെ ആയിരുന്നു, പോയി നോക്കൂ. ഇതിനേക്കാൾ രസമാണ് നമ്മൾ കാടുകളിൽ മഴക്കാലത്ത് സഞ്ചരിക്കുമ്പോൾ. അതേ സ്ഥലത്ത് വേനൽക്കാലത്ത് സഞ്ചരിച്ചപ്പോൾ ഒരൊറ്റ അട്ടയില്ല. ഞാൻ എല്ലായിടത്തും കൂടെ നടന്നതാണ്. രണ്ട് മഴ അങ്ങ് പെയ്തു നോക്കുമ്പോഴത്തേക്ക് അട്ട നിറഞ്ഞു.
അയ്യോ, ഞാൻ കാലിങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് എല്ലാം അടിയിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാവും. അപ്പോൾ കാല് ഞാൻ ഇങ്ങോട്ടാക്കിയാൽ എല്ലാം ഇങ്ങോട്ട് ശരിക്കും. കുറച്ച് നിശ്ചിത പൊക്കത്തിൽ വെക്കണം. അതിന് മണം അവർക്കറിയാം. നിശ്ചിത പൊക്കത്തിൽ കാല് ഇങ്ങോട്ട് നീക്കിയാൽ എല്ലാം ഇങ്ങോട്ട് വരും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ കാല് ഇങ്ങോട്ട് നീക്കി വെക്കുക, അപ്പോൾ ഇങ്ങോട്ട് വരും. ഇവർക്ക് എവിടെയായിരുന്നു? അപ്പം ജനിച്ചതല്ലാന്ന് ഉറപ്പാണല്ലോ, അവിടെ തന്നെ ഉണ്ടായിരുന്നു. നനവ് വന്നപ്പോൾ അവർ ആകാരതയെ പ്രാപിച്ചു, ഉഷാറായി. വീണ്ടും വേനൽക്കാലാകുമ്പോൾ വീണ്ടും സുപ്തസ്ഥിതിയിലേക്ക് പോകും. ഈ അട്ട ഭൂമിയുടെ ഭാഗമാണോ അല്ലയോ? ഭൂമി എന്ന് പറഞ്ഞാൽ വെറും മണ്ണ് മാത്രമല്ല, കല്ല് മാത്രമല്ല, ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമായി അതായിരിക്കുന്നതിൽ നിന്ന് ഭിന്നമെന്ന പോലെ പ്രകടമാകുന്നു. ആ പ്രകടമാകുന്നതിന് വേറെ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. 3 സതഹ പുരുഷാത് കേശലോമാനി. ജീവനുള്ള മനുഷ്യനിൽ നിന്ന് കേശലോമങ്ങൾ വരുന്നു. ജീവനില്ലാത്ത ആളിൽ നിന്നും കേശലോമം വരും കുറച്ച് നേരം. അത് മനസ്സിലായി, ഞാൻ കേട്ടു. കേശലോമങ്ങൾക്ക് ജീവനില്ല എന്നാ അപ്പോൾ പറയണത്. അതൊരു ചർച്ചാ വിഷയം. അവിടെ നിൽക്കട്ടെ. മരിച്ച ആളിൽ നിന്ന് കേശലോമം വരുമോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കുറച്ച് വരും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ല മരണാസന്നനായിട്ടിരിക്കുമ്പോൾ നല്ല ക്ലീൻ ഷേവ് ചെയ്യുക പുരുഷന്മാർ. സ്ത്രീകൾക്കിത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നല്ല മുട്ട ഒടിച്ചാൽ മതി സ്ത്രീകളാണെങ്കിൽ. നല്ല മിനുസ്സുള്ള മുട്ടയാക്കണം. എന്നിട്ടങ്ങ് മരിക്കുക. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഉരച്ചു വെക്കുക. ശരിക്കും മുറിവുണ്ടാവും. രോമം അങ്ങനെ പിന്നെ വരില്ല, പിന്നെ വളരില്ല. അതായത് നമ്മൾ മരിച്ചാലും ത്വക്ക് മരണപ്പെടാൻ വളരെ സമയം കഴിയും. ഓരോ അംഗങ്ങളായിട്ട് ഇങ്ങനെ പോവുക. നമ്മൾ മരിച്ചു കഴിഞ്ഞു, മരിച്ചിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞാലും സുഖമായിട്ട് കണ്ണെടുക്കാം. കണ്ണെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാം. അതുകൊണ്ട് പരമാവധി ചെയ്യണേ. ഒന്ന് എഴുതി വെച്ചാൽ മതി, എൻ്റെ കാറ്റ് പോയാൽ കത്തിത്തീരുന്ന വസ്തുവാണിത്, അതുകൊണ്ട് എൻ്റെ കണ്ണെടുത്താൽ 2 പേർക്ക് കാഴ്ചയാവും ഒക്കെ എഴുതി രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. അടുത്തുള്ള ഹോസ്പിറ്റലിൽ അതിൻ്റെ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുക. അതിനേക്കാൾ ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ബന്ധുക്കളെയാണ് ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവർ കൊടുക്കില്ല, കൊടുക്കുന്ന പ്രശ്നമില്ല. അവർ കൊടുക്കില്ല. അതുകൊണ്ട് ബന്ധുക്കളെ ആദ്യം ബോധിപ്പിക്കണം. എന്തൊക്കെ പാർട്സിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തോട്ടെ. എന്തായാലും കത്തിപ്പോണ വസ്തു, എന്തായാലും കത്തിപ്പോണതാ. പിന്നെന്താ, നമുക്ക് നാഡീവ്യവസ്ഥയുടെ കുഴപ്പം കൊണ്ട് കണ്ണ് കാണാത്തവർക്ക് ഗുണമൊന്നുമില്ല. പക്ഷേ ഈ ഗോളകത്തിൻ്റെ കുഴപ്പം കൊണ്ട് കണ്ണ് കാണാത്തവർക്ക് 2 പേർക്ക് കാഴ്ചയാവും. അങ്ങനെയാണ് ഭൂരിഭാഗം അന്ധന്മാരും ഉള്ളത്. ഇത് കത്തിപ്പോണ വസ്തുവല്ലേ, ഒന്ന് എഴുതി വെച്ചൂടാ? എന്താ അഭിപ്രായം? എന്തൊക്കെ പാർട്സ് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാൻ എഴുതി വെക്കണം. എന്തൊക്കെ ഒക്കെ കൊണ്ടോട്ടെ തന്നെ. എന്തായാലും അഗ്നിക്ക് കൊടുക്കണം, എന്നാൽ പിന്നെ ആൾക്ക് കൊടുത്തൂടെ? അടുത്ത പ്രാവശ്യം അന്ധനാവുക എങ്ങനെയാ? ഇപ്രാവശ്യം ഇതെടുത്താൽ ശരീരത്തിനാണോ പുനർജന്മം? സ്ഥൂല ശരീരത്തിനാണോ പുനർജന്മം? അല്ല, സ്ഥൂല ശരീരത്തിനാണ് പുനർജന്മമെങ്കിൽ പറഞ്ഞത് ശരിയാ. സ്ഥൂല ശരീരത്തിനല്ലല്ലോ പുനർജന്മം. നമ്മൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി നമ്മൾ പുതിയ സ്ഥൂല ശരീരത്തിലേക്ക് പോവുക ചെയ്യണത്. നല്ല കാഴ്ചയുള്ള കണ്ണാ കിട്ടുക അടുത്തതിൽ. കഴിഞ്ഞതിൽ ദാനം ചെയ്തോലും അത്രയും പുണ്യം ചെയ്തല്ലോ, അപ്പോൾ നല്ല കാഴ്ചയുള്ള കണ്ണ് കിട്ടും, ഒരു സംശയമില്ല. മരിച്ചതിന് ശേഷം ഇപ്പോൾ ഏതൊക്കെ എടുക്കാൻ പറ്റും? അത് വലിയ പ്രശ്നമുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഏറ്റവും തഴച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അവയവ കച്ചവടം. അപ്പം നമുക്ക് അനുകൂലിക്കാനും വയ്യ പ്രതികൂലിക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയാണ് പ്രായോഗികമായിട്ട്. കാരണം
വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, വലിയ നെറ്റ്വർക്ക്. അത് ഈ രക്തം പരിശോധിക്കുന്ന അവരുടെ നെറ്റ്വർക്ക്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലെയും കുറ്റം പറയുന്നില്ല, ചില വൻകിട ഹോസ്പിറ്റലുകൾ അവർ തമ്മിലുള്ള കൂട്ടുകെട്ട്. നിങ്ങളുടെ ഡാറ്റാബേസ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ദുർലഭമായിരിക്കുന്ന വിഭാഗം കിഡ്നി തുടങ്ങിയവ മോഷ്ടിക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, വലുതാണ്. അവർ നിങ്ങളെ അപകടത്തിൽപ്പെടുത്തും, മസ്തിഷ്ക മരണം സംഭവിപ്പിക്കും. ഉടനെ ഡോക്ടർ ബന്ധുക്കളോട് പറയും മസ്തിഷ്ക മരണം സംഭവിച്ചു, എന്തായാലും ചാവാനുള്ളതാണ്, 6 പേർക്ക് ഗുണാവും, ലിവർ ഒരാൾക്ക് വെക്കാം, കിഡ്നി ഒരാൾക്ക് വെക്കാം, അല്ലെങ്കിൽ 2 ആൾക്ക് വെക്കാം, കണ്ണ് 2 ആൾക്ക് വെക്കാം, അപ്പോൾ 4 പേര് 5 പേരായി. ഇനിയും മിടിക്കുന്ന ഹൃദയമാണെങ്കിൽ അതൊരാൾക്ക് വെക്കാം, 6 പേരായി. അപ്പോൾ ബന്ധുക്കൾ വിചാരിക്കും എത്ര വലിയ ഉപകാരമായി, ഈശ്വരീയമായ സേവയാണല്ലോ. ഇത് വലിയ ബിസിനസ്സാണ്. എല്ലാ ഹോസ്പിറ്റലുകളെയും കുറ്റം പറയുന്നില്ല, എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ഇത് വളരെ വ്യാപകമാണ്. ഇത് ഞാൻ നല്ല പഠിച്ചിട്ടാണ് പറയണത്, വെറുതെ പറയല്ല. മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു, ജോസഫ് എന്ന് പറഞ്ഞു. എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോൾ ഇത് സാങ്കല്പികമാണോ വെറുതെ ഉണ്ടാക്കിയതാണോ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിലുള്ള പലരുമായിട്ട് ബന്ധപ്പെട്ടത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, മസ്തിഷ്ക മരണം ഉണ്ടാക്കിപ്പിക്കുക. 2, മസ്തിഷ്ക മരണം സംഭവിക്കാതെ ഡിക്ലെയർ ചെയ്യിപ്പിക്കുക. പാവങ്ങൾ, ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ വൻകിടക്കാരുടെ കയ്യിലെ പപ്പറ്റാണ്, വെറും പാവയാണ്. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഇതിനേക്കാൾ ഭീകരമായതുണ്ട്. അത് സിനിമ ഇറങ്ങിയിട്ടില്ല, എനിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ബോഡി പാർട്സ് എടുത്ത് പ്രോസസ്സ് ചെയ്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് സപ്ലൈ ചെയ്യുന്ന വലിയൊരു റാക്കറ്റുണ്ട്. ഒരു ഡെഡ് ബോഡിക്ക് കൃത്യമായ കണക്ക് വേണം. ഇന്ന ആളാണ്, അയാളുടെ ഇന്ന ആധാർ നമ്പർ ആയിരുന്നു, ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന സ്ഥലത്ത് മരിച്ചു, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഡെഡ് ബോഡി ഒഫീഷ്യലായിട്ട് ഒരു ഹോസ്പിറ്റലിന് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡെഡ് ബോഡിയിൽ ഒരിക്കലും തട്ടിപ്പ് നടക്കില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിന് ഒരുപാട് ബോഡി പാർട്സ് ആവശ്യമുണ്ട്. അത് നല്ല ബീക്കറിലാക്കിയിട്ട് ഹൃദയം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, ഫീറ്റസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ സോഴ്സ് ഒരു കുട്ടിക്കും അറിയില്ല, ബാക്കിയൊന്നും പറയുന്നില്ല. നമുക്കൊക്കെ നല്ല വിലയാണ്. നമുക്കൊക്കെ നമ്മളാരും വിലയില്ലാത്ത ആൾക്കാരാന്ന് വിചാരിക്കണം. 2 കോടി ഉറുപ്പ്യുണ്ട് നമ്മളൊക്കെ വില. ഞാനൊരു വിലയില്ലാത്ത ആളാരും വിചാരിക്കണ്ട. 1.5 കോടി എന്തായാലും കിട്ടും പൂർണ്ണമായിട്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എടുക്കാൻ അധികാരമില്ല, നിയമം അനുവദിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എടുത്താൽ പോരെ, അത് നിയമങ്ങളിൽ തോന്നിയോ എടുക്കാനാ? എന്നാൽ പിന്നെ ജീവനുള്ള പങ്കെടുത്തൂടെ? നിങ്ങൾക്ക് നിയമങ്ങളില്ലേ? ഏത് ശരീരം അഴുകിയാലും എടുക്കാൻ അധികാരം നമ്മളെ നിയമം അനുവദിക്കുന്നില്ല. അതിന് കോടതിയുടെ ഇൻ്റർവെൻഷൻ വേണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലീഗൽ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്. അതോടെ നിൽക്കട്ടെ, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം. സക്ഷമുണ്ട്, നേത്രദാനത്തിന് വേണ്ടി ഒക്കെ സ്വരൂപിക്കുന്നുണ്ട്. അതുപോലെ പലരും ചെയ്യുന്നുണ്ട്, സേവാഭാരതി ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് ചെയ്യാം, ഹോസ്പിറ്റലുകളിൽ പോയി. ഏറ്റവും പ്രധാനം ബന്ധുക്കളെ പഠിപ്പിക്കുകയാണ്. ശരി, ഇരിക്കട്ടെ, വിഷയം പറയാം. വിഷയം എത്രയേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാലും സമ്പൂർണ്ണ ശരീരമരണം നടക്കാൻ കുറച്ച് നേരം കഴിയും. അതിൽ വളരെ കഴിഞ്ഞിട്ടാണ് ത്വക്കിൻ്റെ മരണം നടക്കുന്നത്. ആ ത്വക്കിൻ്റെ മരണം നടക്കണവരെ ഇത് വളരും. അറിയുന്നുണ്ടാ പറയണത്, വെറുതെ പറയില്ല. ഇല്ലെങ്കിൽ ആരും നോക്കിക്കോളൂ. നല്ല കൂട്ടപ്പനായിട്ട് ഷേവ് ചെയ്തിട്ട് അച്ഛനോ മുത്തച്ഛനോ മരിക്കാൻ നേരത്ത് നല്ലോണം ഷേവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു
ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ തൊട്ട് വെക്കോ, നല്ലൊരു മുരുമുരു ഉണ്ടാവും, വളരുന്നുണ്ട്. അതുകൊണ്ട് സതഹ ജീവനുള്ള എന്നാണ്. ജീവൻ അവിടെയൊക്കെ മരിക്കാൻ കുറച്ചു നേരം കഴിയും. ജീവനുള്ള ആളിന് വലുതായിക്കൊണ്ടേയിരിക്കും, തലമുടിയും രോമമൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഇതുപോലെ അവിടെ കാരണാന്തരം ഉണ്ടോ? ഇല്ല. തന്നിൽ നിന്ന് സ്വതവേ തന്നെ ബഹിർഗമിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് കാരണാന്തരമില്ലാതെ സ്വതവേ ബഹിർഗമിക്കുകയാണ്. പൂർണ്ണനാഭിയിൽ നിന്ന് കാരണാന്തരമില്ലാതെ ബഹിർഗമിക്കുകയാണ്. ഇവിടെ ഈ മൂന്നും ഭിന്നമായി തോന്നുന്നുണ്ട്. എട്ടുകാലിയിൽ നിന്ന് വരുന്ന വല ഭിന്നമെന്ന് തോന്നുന്നുണ്ട് അഭിന്നമാണെങ്കിലും. ഭൂമിയിൽ നിന്ന് വളർന്നു വലുതാവുന്ന ചെടികൾ ഭിന്നമാണെന്ന് തോന്നുന്നുണ്ട് അഭിന്നമാണെങ്കിലും. മനുഷ്യനിൽ നിന്ന് വരുന്ന രോമങ്ങൾ ഭിന്നമെന്ന് തോന്നുന്നുണ്ട് അഭിന്നമാണെങ്കിലും. അഭിന്നാണല്ലോ. അതെ. ഇതുപോലെ ഭിന്നമെന്ന് തോന്നിയാലും അഭിന്നമാണ്. യോനിയിൽ നിന്ന് ഭിന്നമല്ല ഭൂതങ്ങൾ. ഈ അർത്ഥത്തിൽ വേണം ഭൂതയോനി മനസ്സിലാക്കപ്പെടാൻ. തഥാ അതേപോലെ അക്ഷരാത് അക്ഷരത്തിൽ നിന്ന് സംഭവതീഹ വിശ്വം. ഇവിടെ ഈ വിശ്വം സംഭവിക്കുന്നു. വിശ്വം എന്ന് പറഞ്ഞാൽ സമസ്തം. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം, ഭുവനം, ജഗത്ത് എന്ത് വേണ്ടാ പറഞ്ഞോളൂ. ഈ പ്രപഞ്ചം അഖിലവും ഈ അക്ഷരത്തിൽ നിന്ന് സംഭവിക്കുന്നു. ഏതക്ഷരം? ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തത്. അപ്പോൾ ഉണ്ടായി നശിക്കുന്ന പ്രപഞ്ചം ഒരിക്കലും നശിക്കാത്ത പരമസത്യത്തിൽ നിന്ന് അഭിന്നതയാ ആവിർഭവിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണാന്തരം ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ചം നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യന്തം ഇല്ലാതാവുകയാണോ? അല്ല. അതുകൊണ്ടാണ് നശ അദർശന എന്നുള്ള ധാതുവിൽ നിന്നാണ് നാശശബ്ദം ഉണ്ടാവുന്നത്. കാണാതാവുക, കണ്ടതിനെ കാണാണ്ടാവുക, അതിന് പറയുന്ന പേരാണ് നാശം. ഇല്ലാണ്ടായോ? ഇല്ല. കാണാണ്ടായോ? ആയി. ഇത്രയേ ഉള്ളൂ. അത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങായി. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മധ്യത്തിലുള്ള ചെറിയൊരു സ്ഥൂല ഭാവം. അപ്പം നമ്മൾ അപ്പോഴായി തല്ലും പിടിയും ഞാനും നീയും. ഞാൻ കേമൻ ഇല്ലേ? അത് ഇത് എന്തൊക്കെയാ വരണത്? ഞാൻ സന്യാസിയാണ് ഇല്ലേ? ഗൃഹസ്ഥനാണ്. എന്ത് ഓരോരോ വേഷം ഓരോരുത്തർ തൽക്കാലം എന്നല്ലാണ്ട് ഇപ്പം എന്താ ഇപ്പോൾ ഉള്ളത്? സന്യാസം സ്ഥായിയാണോ? അല്ല. ഗാർഹസ്ഥ്യം സ്ഥായിയാണോ? അല്ല. ഒന്നും സ്ഥായിയല്ല. ഞാൻ മാത്രമേ സ്ഥായിയുള്ളൂ. ഞാൻ സ്ഥായിയാ, അതിന് മാറ്റമില്ല. ബാക്കിയൊക്കെ മാറുന്നതാണ്. ബാക്കിയെല്ലാം മാറും. അപ്പോൾ ഈ ഉണ്ടായി മാറുന്ന സകലവും ഒരിക്കലും ഉണ്ടാവാത്ത, മാറാത്ത, നശിക്കാത്ത അക്ഷരത്തിൽ നിന്ന് ആവിർഭവിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഭൂതയോനിം എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ യയാ തദക്ഷരമധിഗമ്യതേ എന്ന് 5-ാം മന്ത്രം. യയാ തദക്ഷരമധിഗമ്യതേ. എന്നിട്ട് അക്ഷരത്തെ വിശേഷിപ്പിച്ചു 6-ാം മന്ത്രം. എന്താണ്? എത്തദ്രേശ്യമഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം സർവഗതം വിഭും സുസൂക്ഷ്മം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. ആ ഭൂതയോനി എന്നുള്ളതിലുള്ള സന്ദേഹമാണ്
ഏഴാം മന്ത്രത്തിൽ തീർത്തത്. എന്താ അവിടെ ഇങ്ങനെ മുട്ടുണ്ടല്ലോ, എന്താണ്? ആ അക്ഷരത്തിൽ നിന്ന് അനന്യതയെ ആവിർഭവിക്കുന്നു എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഏ ആ ഉള്ളതായി ഭാഷിക്കുന്നു. അവിടെ വേറെ, അവിടെ വേദാന്തമൊന്നുമില്ല. ഏ ആ ആ ഒരു ദോഷവും ഇല്ല, ഒരു ദോഷവും ഇല്ല. അത് നമുക്കിപ്പോൾ പറയാം, അത് സമന്വയിപ്പിക്കാം. പക്ഷെ അതേ സമയത്ത് മറ്റൊന്ന് മനസ്സിലാക്കുക, പൊതുവേദിയിൽ വേദാന്തം ഇല്ലേ ഇല്ല. അവിടെ ധാർമ്മിക തലത്തിലും ധർമ്മശാസ്ത്രത്തിൻ്റെ തലത്തിലാണ് നിരൂപണം ചെയ്യണത്. ഇവിടെ നമ്മൾ ധർമ്മശാസ്ത്രം കുറച്ച് നിരൂപണം ചെയ്തു എന്ന് വരും, പക്ഷേ ഇവിടെ പ്രാധാന്യം വേദാന്ത ചിന്തനത്തിനാണ്. അപ്പോൾ രണ്ട് ക്ലാസ്സിലുള്ളത് ഒന്നിച്ച് ചേർക്കരുത്. രണ്ടാമത്തെ പ്രശ്നം, ചാക്രികമാണെന്ന് പറഞ്ഞാലും അനന്യതയെ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലും ഭിന്നമല്ല. കാരണം ചാക്രിക ഗതിയിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, കാരണത്തിൽ നിന്ന് വീണ്ടും സൂക്ഷ്മം, സ്ഥൂലം, വീണ്ടും സൂക്ഷ്മം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം. ഇതാണ് ചാക്രികം. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അന്ത്യത്തിൽ കേവലം സംസ്കാര രൂപത്തിലേക്ക്, കാരണഭാവത്തിലേക്ക് പ്രപഞ്ചം ഒതുങ്ങിയെന്നോ ചുരുങ്ങിയെന്നോ നശിച്ചു എന്നോ പറയാം. നശിക്കുക എന്ന് പറഞ്ഞാൽ കാണാതായി എന്നുള്ള അർത്ഥത്തിലാണ്. ആ കാരണഭാവത്തിൽ നിന്നാണ് ഈ സൃഷ്ടിവിഷയകമായ സങ്കല്പം അടുത്ത കൽപ്പത്തിലുണ്ടാകുമ്പോൾ സൂക്ഷ്മതയെ പ്രാപിക്കുന്നത്. ആ സൂക്ഷ്മതയിൽ നിന്നാണ് വിരാട്ടായിട്ട് പ്രകടമാകുന്നത്. ഒരു വ്യക്തിയിലും ഇങ്ങനെ തന്നെയാണ്. ഇത് സമഷ്ടിയുടേതാണ് ഇപ്പോൾ പറഞ്ഞത്. വ്യഷ്ടിയിലും അങ്ങനെ തന്നെയാണ്. വ്യഷ്ടിയിൽ നമ്മളെല്ലാവരും ജാഗ്രത്തിൽ ഉണർന്ന് മിത്രമുണ്ട്, ശത്രുവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ഒക്കെ ഉണ്ട്. നീയുണ്ട്, ഞാനുണ്ട്, ഇല്ലേ, ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സ്വപ്നത്തിലേക്ക് പോയി. അപ്പോഴിതൊക്കെ ഉണ്ട്, പക്ഷെ സൂക്ഷ്മ രൂപത്തിലാണെന്ന് മാത്രം. സൂക്ഷ്മ രൂപത്തിലാണ്. അതൊക്കെ അവിടുന്ന് സുഷുപ്തിയിലേക്ക് പോയി, എല്ലാം കാരണരൂപത്തെ പ്രാപിച്ചു. സുഷുപ്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞോ? ഇല്ല. സുഷുപ്തിയിൽ നിന്ന് പതുക്കെ തിരിച്ചു വരികയാണ് സ്വപ്നത്തിലേക്ക്, ജാഗ്രതത്തിലേക്ക്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥൂലവൃത്തികൾ ഓരോന്നായി ഇപ്പം അഭിവ്യക്തമായി വന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് കുറച്ച് അധിക സമയം പിടിക്കും, ഇല്ലേ? സ്വപ്നത്തിൻ്റെ പ്രഭാവം കുറച്ചു നേരം ജാഗ്രതത്തിലുണ്ടാവും, പ്രഭാവമുള്ള സ്വപ്നമാണെങ്കിൽ. പ്രഭാവമുള്ളതല്ലെങ്കിൽ ഉണ്ടാവില്ല. ജാഗ്രതത്തിൻ്റെ പ്രഭാവം കുറച്ചു നേരം സ്വപ്നത്തിലുണ്ടാവും. ഇതിങ്ങനെ കറങ്ങും. സുഷുപ്തി എത്തിയാൽ ഒരു പ്രഭാവവും ഇല്ല, കാരണഭാവത്തെ പ്രാപിച്ചു. ആ കാരണത്തിൽ നിന്നാണ് വീണ്ടും വരുന്നത്, ചാക്രികാണ്. അപ്പോൾ വ്യഷ്ടിയിലും ചാക്രികാണ്, സമഷ്ടിയിലും ചാക്രികാണ്. അവിടെ അതിനെ സൃഷ്ടിസ്ഥിതി എന്നുള്ള രീതിയിൽ പറയും, സംഹാരം, സൃഷ്ടിസ്ഥിതി സംഹാരം. ഇവിടെ നമ്മൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി, ജാഗ്രത സ്വപ്നം, അത്രയേ ഉള്ളൂ, ഒരു മാറ്റവും ഇല്ല. ഈ വ്യഷ്ടി അഭിമാനി ജീവൻ, സമഷ്ടി അഭിമാനി ഈശ്വരൻ, അത്രയേ ഉള്ളൂ. ഈ വ്യഷ്ടിയിൽ ഞാനെന്ന് അഭിമാനിച്ച് ഞാൻ കഴിയുകയാണ് ജീവൻ, സമഷ്ടിയിൽ വലിയ അഭിമാനമായിട്ട് ഈശ്വരൻ, അത്രയേ ഉള്ളൂ. എന്നേക്കാൾ അഭിമാനിയാണ് ഈശ്വരൻ. എന്ത് ബാക്കിയല്ല, കാരണഭാവത്തെ പ്രാപിച്ചത് പ്രകടമാകുന്നു എന്നാ പറഞ്ഞത്. കാരണമായി ലയിച്ചത്, കാരണമായി ലീനമായത് സൂക്ഷ്മതയെയും തുടർന്ന് സ്ഥൂലതയെയും പ്രാപിക്കുന്നു. അങ്ങനെ സ്ഥൂലതയിൽ നിലനിന്നത് പതുക്കെ സൂക്ഷ്മതയിലേക്ക് പോയി കാരണത്വത്തിലേക്ക് പോകുന്നു. ഈ കാരണത്തിൽ നിന്ന് വീണ്ടും ഇത് ചാക്രികമായി തുടരുന്ന പറഞ്ഞത്.
വ്യക്തിയും സമഷ്ടിയും രണ്ടും. ഈ വാക്കുകളിൽ കയറി പിടിക്കല്ലോ, ചിലപ്പോ വാക്കൊക്കെ അങ്ങനെ വരും, ബാക്കി എന്നുള്ളതില്ല അവിടെ. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഇപ്പൊ എൻ്റെ ശത്രുവാണ്, അവനെ കൊല്ലണം, ഞാൻ ആയുധം സ്വരൂപിക്കുന്നു, പാത്തും പതുങ്ങിയിരിക്കുന്നു, അവനെ കിട്ടുമ്പോൾ വെട്ടുന്നു, അവനെ കൊല്ലുന്നു. യാഥാർത്ഥ്യമാണല്ലോ, യാഥാർത്ഥ്യമാണ്. എവിടെ? ഇവിടെ. വ്യാവഹാരിക തലത്തിലുള്ളതിനെ ഒരിക്കലും നമ്മൾ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കില്ല. വ്യാവഹാരിക സത്തയും പ്രാതിഭാസിക സത്തയും എപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ പാരമാർത്ഥികമായി സദ്ഭിന്നമായിട്ട് ഇതിനൊന്നും നിലനിൽപ്പില്ല എന്നറിയുന്നു. അപ്പോൾ ബാക്കിയുള്ളത് പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു സംസ്കാരത്തിൻ്റെ ശേഷമുണ്ടോ ആ സംസ്കാരത്തിൻ്റെ ശേഷമാണ് അടുത്ത ജന്മത്തിൽ അഭിവ്യക്തമാകുന്നത് എന്നർത്ഥം. അത് കേവലം ഈ ജന്മത്തിലെ പ്രാരബ്ധമല്ല എന്ന് മനസ്സിലാക്കണം, മറിച്ച് സഞ്ചിതമാണ്, ജന്മജന്മാന്തരമായിരിക്കുന്ന സഞ്ചിതമാണ്. ഇത് വ്യഷ്ടിയെ സംബന്ധിച്ച് എങ്ങനെ പറയുക? അങ്ങനെ തന്നെയാണ് സമഷ്ടിക്കും. പക്ഷെ സമഷ്ടിയാകുമ്പോഴത്തേക്ക് മാറ്റം വന്നു. അവിടെ സമഷ്ടിയാകുമ്പോഴത്തേക്ക് എന്താ മാറ്റം വെച്ചാൽ അതിൽ നമ്മുടെ വ്യഷ്ടിതലത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത വ്യാപ്തി അതിനുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് വ്യഷ്ടിയെക്കുറിച്ച് കുറച്ചേ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട്. പലരും വിചാരിക്കുക സമഷ്ടിയെക്കുറിച്ച് കുറച്ചേ അറിയുള്ളൂ എന്നാ പറയുക. നല്ല, വ്യഷ്ടിയെക്കുറിച്ച് കുറച്ചേ നമുക്കറിയുള്ളൂ, അതാ സത്യം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിരവധിയായ തലങ്ങളെക്കുറിച്ചോ സ്ഥലങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്കറിയില്ല. അറിയില്ല, സത്യമാണ്. നമുക്ക് ചെറിയൊരു പ്രകടിത ഭാവയെ നമ്മെക്കുറിച്ച് അറിയുള്ളൂ. എന്തെല്ലാം 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 സാധ്യതകൾ നമ്മളുണ്ട്. അത് ഈ പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ സൂക്ഷ്മ സ്ഥൂല അങ്ങനെ പോവുകയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്, ഈ മൂന്നിനും സാക്ഷിയായി ഞാൻ ഇരിക്കുന്നു എന്ന് ബോധിച്ചാൽ ഇവയാൽ ബന്ധിക്കപ്പെടാതിരിക്കാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് ഉപരിയായിട്ട് അക്ഷരം നിലകൊള്ളുന്നു എന്നറിഞ്ഞാൽ അതിനാൽ ബാധിക്കാതിരിക്കാം. ആ ഉപായമാണ് വേദാന്തം പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിക്കുക. അല്ലല്ല, അല്ല, ആണെങ്കിലല്ലേ മുന്നോട്ട് പറയാൻ പറ്റൂ. വ്യവഹാരത്തിൽപ്പെടും. അയാൾ ആരാ വ്യവഹാരത്തിൽ പെട്ടു എന്ന് പറഞ്ഞേ? അയാൾ വ്യവഹാരം ചെയ്യും. തെറ്റ് വേദാന്തം ഗ്രഹിക്കുന്നതിലുള്ള തെറ്റാണ്. വേദാന്തം ഗ്രഹിക്കുന്നതിലുള്ള തെറ്റാണത്. നിശ്ചേഷ്ട കാഷ്ഠം അല്ല ജ്ഞാനി, നിശ്ചേഷ്ടതയല്ല പരമം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരൊറ്റ വേദാന്ത ശാസ്ത്രം ഉണ്ടാവില്ലായിരുന്നു. സ്വാനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാർ ഉപദേശിക്കില്ലായിരുന്നു. നമ്മൾ ഇവിടെ അജ്ഞാനതലത്തിൽ ഇരുന്ന് ചിന്തിക്കുകയാണ് ഈ പൊല്ലാപ്പൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് മിണ്ടാണ്ടിരുന്നാൽ പോരേന്ന്. അവർക്ക് പൊല്ലാപ്പില്ലല്ലോ. ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുകയാണ് ബന്ധനായിട്ട്. ബന്ധനം ഒഴിഞ്ഞാൽ എവിടെയാ ബന്ധനമുള്ളത്? നോക്കൂ, ഇവിടുന്ന് നോക്കുമ്പോഴുള്ള പ്രശ്നമാണത്. അതിന് ഉത്തരം കിട്ടില്ല, വേറൊരാൾ പറഞ്ഞാൽ ഉത്തരം കിട്ടില്ല. ബോധ്യപ്പെട്ട ആൾക്ക് സംശയമില്ല. നോക്കൂ, ഈ വ്യവഹാരം ക്ലേശകരമാണെന്നൊരു ഭാവന ഉള്ളിലിരിക്കുന്നുണ്ടല്ലേ ഈ ചോദ്യം വരുന്നേ. പരയുടെ പാല് നുകർന്ന ആൾക്ക് വ്യവഹാരം എവിടെയാ ക്ലേശമാവുന്നേ? ഒരു 10,000 ആണ്ട്, 1 അല്പനേരമാണ്. അയാൾക്ക് വ്യവഹാരം ക്ലേശമല്ല, വ്യവഹാരം ആനന്ദമാണ്.
ഇവിടുന്ന് വ്യവഹാരം ക്ലേശമായിരിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്താ? ഭഗവാനെ, എനിക്ക് ഈ ക്ലേശമൊക്കെ ഇല്ലാണ്ടാക്കി തരണേ, എനിക്ക് ജന്മം ഇല്ലാണ്ടാക്കണേ. ജ്ഞാനി പ്രാർത്ഥിക്കില്ല. ജ്ഞാനിക്ക് വ്യവഹാര ക്ലേശമല്ല. ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം. അവിടെ നിർത്തിയില്ല ഭഗവാൻ. വർത്തയേവ ച കർമ്മണി. അടിവരട്ട് മനസ്സിലാക്കുക. എടോ പാർത്ഥ, അവിടെ നിൽക്കട്ടെ. എടോ പാർത്ഥ, എനിക്ക് നേടാൻ ഒന്നുമില്ല, ഞാൻ നേടാത്തത് ഒന്നുമില്ല, കൃതകൃത്യനാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് ആർക്ക് സാധിക്കും? ഏതെങ്കിലും കോടീശ്വരൻ ഇത് പ്രഖ്യാപിക്കുമോ? ഇല്ല. ആ പൂർണ്ണതയിൽ, ആത്മബോധ പൂർണ്ണതയിൽ എനിക്കൊന്നും നേടാനും ഇല്ല, നേടേണ്ടതും ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടാ പറയണത്, നീ എന്നെ നോക്കടാ, ഒരു നിമിഷം ഞാൻ വിശ്രമിക്കുന്നുണ്ടോ? വർത്തയേവച കർമ്മണി. ആ വർത്തയേവച കർമ്മണി എന്നുള്ളത് ഭഗവാനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, ക്ലേശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ വർത്തിക്കുമോ? അറിഞ്ഞും കൊണ്ട് ആരെങ്കിലും ദുഃഖം ഏറ്റെടുക്കുമോ? അറിഞ്ഞും കൊണ്ട് ആരെങ്കിലും ക്ലേശിക്കുമോ? അപ്പോൾ ഇവിടുന്ന് ക്ലേശസ്ഥിതിയിലിരിക്കുന്ന ആൾ ചിന്തിക്കുകയാണ്, ഈ വ്യവഹാരം ക്ലേശമാണ്, നീ വ്യവഹരിക്കണ്ട, മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. വിജ്ഞാനിക്ക് വ്യവഹാരം ക്ലേശമല്ല. അതുകൊണ്ട് വിജ്ഞാനികൾ അളവറ്റ് വ്യവഹരിച്ചു. അവരുടെ വ്യവഹാരമാണ് നമുക്ക് അനുഗ്രഹമായി തീർന്നത്. ലക്ഷോപലക്ഷം ഉപദേശ ഗ്രന്ഥങ്ങൾ, മാർഗദർശനങ്ങൾ, അനുഭൂതി സമ്പന്നന്മാരുടെ ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ചത് അവർ വ്യവഹരിച്ചത് കൊണ്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വ്യവഹരിച്ചില്ലായിരുന്നെങ്കിൽ ഗീത നമുക്ക് കിട്ടില്ലായിരുന്നു. ഇവിടെ ഈ ഋഷി ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ, അങ്കിരസ് ഉപദേശം മിണ്ടാണ്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് മുണ്ടകോപനിഷത്ത് കിട്ടില്ലായിരുന്നു. നീ ഇങ്ങനെ വ്യവഹാരം വളരെ ദുഃഖമാണോ, അതുകൊണ്ട് നീ അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് അങ്കിരസിന് പറഞ്ഞുകൂടെയിരുന്നോ? അപ്പം നമുക്ക് മുണ്ടകോപനിഷത്ത് കിട്ടുക. അതുകൊണ്ട് ഇവിടുന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ മഹിമ മനസ്സിലാവില്ല. അതുകൊണ്ട് അവിടത്തെ കുറിച്ച് തൽക്കാലം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, ഇവിടുന്ന് അവിടെ എത്തിക്കൊള്ളുക. എന്നിട്ട് അപ്പം മനസ്സിലായി. ഇതിലൊരു ഒരു വിഷയം വരുന്നുണ്ട്, രസകരമായൊരു സന്ദർഭം വരുന്നുണ്ട്. ഈ ഒരു സംസാരഗതിയും മുമുക്ഷുവിൻ്റെ ഗുരുപ്രാപ്തിയും അവൻ്റെ തത്വവിജ്ഞാന ദശയും ഒരുപോലെ പ്രതിപാദിക്കുകയാണ് വിദ്യാരണ്യ സ്വാമികൾ തൻ്റെ പഞ്ചദശിയിൽ. നോക്കൂ, കുർവത്തെ കർമ്മഭോഗായ കർമ്മ കർത്തും ച ഭുഞ്ജത്തെ നദ്യാം കീട ഇവാവർത്താത് അവർത്താന്തരമാശുതേ വ്രജന്തേ ജന്മനോ ജന്മ ലഭന്തേ നൈവ നിർവൃതിം. എന്നിട്ട് അടുത്തത്, സത്കർമ്മ പരിപാകാത്തേ കരുണാനിധിനോദ്ധൃതാഃ പ്രാപ്യ തീരതരുച്ഛായാം വിശ്രാമ്യന്തി യഥാ സുഖം. ഈ ചർച്ചയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പറയുന്ന കുർവതേ കർമ്മഭോഗായ, കർമ്മം ചെയ്യുന്നു എന്തിന്? ഭോഗിക്കാൻ വേണ്ടിയിട്ട്. കർമ്മ കർത്തും ച ഭുഞ്ജതേ, ഭോഗിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു വല്ലാപ്പാണ്. കർമ്മം ചെയ്യണത് ഭോഗിക്കാൻ വേണ്ടി, ഭോഗിക്കണതോ കർമ്മം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ജലപ്രവാഹത്തിൽപ്പെട്ട കീടത്തെ പോലെ, നദ്യാം കീടാഹ ഇവ, നദിയിൽപ്പെട്ട കീടങ്ങളെപ്പോലെ, അവർത്താത് അവർത്താന്തരം തേ ആശു വ്രജന്തേ, ഒരു ചുഴിയിൽ നിന്ന് അടുത്ത ചുഴിയിലേക്ക് അങ്ങനെ വേഗത്തിൽ പോവുക. അതാണ് ഈ സംസാരഗതി ആണല്ലോ. അതെ, ഈ ചുഴിയിൽ നിന്ന് വേറെ ചുഴിയിലേക്ക് പോവുകയാണ്. ഈ പൊല്ലാപ്പൊക്കെ അനുഭവിച്ചു ജനിച്ചു. എന്ത് ക്ലേശമാണ് ജന്മക്ലേശം. ആ ഭാഗ്യം നമുക്ക് ഓർമ്മയില്ലാത്തത്. ജന്മക്ലേശം എത്ര വലുതാന്ന് ആർക്കും ഓർമ്മയില്ലാത്തത് ഭാഗ്യം. ആർക്കെങ്കിലും അത് യുക്തിപൂർവ്വം അനുസന്ധാനം ചെയ്യണം വെച്ചാൽ ഇന്ന് തന്നെ പോയിട്ടൊന്ന് മുണ്ടനം ചെയ്യുക, മൊട്ട പിടിക്കുക, എന്നിട്ട് തലയൊക്കെ ഒന്ന് തപ്പി നോക്കുക. അങ്ങനെ നീണ്ടിട്ട് ഉരുണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കാണാം ഒരാകൃതി. ഇപ്പോൾ തലമുടിയൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും കാണാത്തതാണ്. ഗർഭത്തിലിരിക്കുമ്പോൾ നല്ല തലയാണ്, പിന്നെ എങ്ങനെയാ അപ്പം ഇങ്ങനെയൊക്കെ ആയത്? അതാണ്
പ്രസവയന്ത്രത്തിലൂടെ പീഡിപ്പിക്കപ്പെട്ട് പുറത്ത് വന്നപ്പോൾ ഒരവസ്ഥയാണ്. ഇതാലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇനി വേണ്ടാന്നല്ലേ തോന്നുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരി, ഇതൊക്കെ ചിന്തിച്ചാലും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പറച്ചിലെന്താ? അപ്പോൾ തുടങ്ങും, പറ്റിയതാരാ, അപ്പം തന്നെ കണ്ടുവെക്കണം, ഇവൾക്ക് പറ്റിയൊരുത്തനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ സമാധാനമാവുള്ളൂ. ഇത് പൊട്ടത്തരാണ്. നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം, എന്നാലേ നേരെയാവുള്ളൂ. എന്നിട്ട് കറങ്ങി കഷ്ടപ്പെട്ടവരാണ് കറക്കണത്, ആണല്ലോ. 3 കറക്കം കറക്കണ്ടേ? എവിടെ? പ്രപഞ്ചത്തിന് ചുറ്റുമാണ്. അതാണ് ദീപം, ഈ കുല, പൂക്കുല, ധാന്യം, പുഷ്പം എല്ലാം വേണം. സമ്പൂർണ്ണ പ്രപഞ്ചമാണ്. അപ്പോൾ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന് ചുറ്റും 3 കറക്കം കറക്കണം. ഞാനോ കറങ്ങി നീയും കറങ്ങുന്നതാണ്. അതുകൊണ്ട് സന്യാസിമാരപ്പണിക്ക് നിൽക്കാറില്ല. സന്യാസിമാരൊരിക്കലും വിവാഹം നടത്തി കൊടുക്കാറില്ല. കറങ്ങടാ കറങ്ങ്. ആരാ കറക്കണത്? ഞാനോ കറങ്ങി കഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീയും കറങ്ങിക്കോ. കഴിഞ്ഞില്ല, ഒരു സാമ്യമില്ല. ആയിക്കോട്ടെ, നന്നായി, സന്തോഷം. ഗുരുദേവൻ മിഷണറി എന്നുള്ള രീതിയിൽ സന്യാസിമാരെ കണ്ടു വളർത്തി. അതുകൊണ്ട് അവർ മിഷണറി എന്നുള്ള കാഴ്ചപ്പാടിൽ ചെയ്യുന്നുണ്ട്, നല്ലതാണ്, ഒരു വിരോധമില്ല. പരമ്പരാഗതമായൊരു കാഴ്ചപ്പാടിൽ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് അവർ മോശക്കാരാണെന്നോ നമ്മൾ മോശക്കാരാണെന്നോ ഒന്നും പറഞ്ഞേക്കരുത്. തീർത്തും മിഷണറി കാഴ്ചപ്പാടിലാണത്. ഗുരുദേവനോട് സന്യാസി ആരാന്ന് ചോദിച്ചപ്പോൾ കാമ്യകർമ്മത്യാഗിന്നോ ഏഷണാത്യാഗിന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, പരോപകാരി സന്യാസി എന്നാണ് പറഞ്ഞത്. പരോപകാരിയാണ് സന്യാസി. അപ്പോൾ ആ വ്യത്യാസമുണ്ട് അവിടെ. അതിരിക്കട്ടെ, ഏതായാലും ഇങ്ങനെ കറങ്ങി. കുർവതേ കർമ്മഭോഗായ കർമ്മ കർത്തും ച ഭുഞ്ചതേ. വ്യക്തമാണല്ലോ. അങ്ങനെ നദ്യാം കീടായി വാവർത്താത് അവർത്താന്തരമാശുതേ വ്രജന്തേ. ജന്മനോ ജന്മ, ഓരോ ചുഴിയും ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്കുള്ള കറക്ക് കമ്പനിയാണ്. ലഭന്തേ നൈവ നിർവൃതി, മോക്ഷം ലഭിക്കുന്നില്ല, നിർവൃതി ലഭിക്കുന്നില്ല. അങ്ങനെ കറങ്ങുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്കർമ്മങ്ങളുടെ പരിഭാഗം വരുന്നു. സത്കർമ്മ അപ്പോൾ ഒഴുകണേൻ്റെ ഇടയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ സൽക്കർമ്മമൊക്കെ ചെയ്യണത്. ഈ സംസാരത്തിൽ പെട്ടിട്ട് തന്നെയാണ് സൽക്കർമ്മം ചെയ്യണത്. സംസാരത്തിന് പുറത്തുള്ളവരല്ല സൽക്കർമ്മം ചെയ്യണത്. അങ്ങനെ സത്കർമ്മം പരിപൂർണമാകുമ്പോൾ പരിപാക്കാത് തേ അവർ കരുണാനിധിന ഉദ്ധൃതാഹ, കരുണാനിധിയായ ഗുരുനാഥനാൽ ഉദ്ധരിക്കപ്പെട്ടവരാകും, പിടിച്ചുയർത്തപ്പെട്ടവരാകും. ഇത്രയും പ്രശ്നമില്ല കേട്ടോ, ഇത്ര എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കാം. ഇനിയുള്ളതാ പ്രശ്നം. പ്രാപ്യ തീര തരുച്ഛായ, ആ നദിയുടെ തീരത്തിൽ തന്നെയുള്ള വൃക്ഷഛായയിൽ വിശ്രാമ്യന്തി യഥാസുഖം, സുഖമായിട്ട് വിശ്രമിക്കുന്നു. ഇതാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഒരു പൂച്ച തിളച്ച വെള്ളത്തിൽ വീണു, നമ്മളതിനെ രക്ഷിച്ചു. പൂച്ച എന്താ ചെയ്യുക? ഓരോട്ടോടും ആ പ്രദേശത്ത് നിൽക്കില്ല, അല്ലേ? ആപത്തിൽപ്പെട്ട ആള് ആപത്തിൻ്റെ സാഹചര്യം ഉപേക്ഷിച്ച് വിദൂരസ്ഥനാകും. അപ്പോൾ ഇത്രയും തട്ടി മുട്ടിക്കറങ്ങി കഷ്ടപ്പെട്ട് വന്ന സംസാര നദിയാണ്. ഇതിൽ നിന്നാണ് ഗുരുനാഥൻ രക്ഷപ്പെടുത്തിയത്. അപ്പം നമ്മൾ വിചാരിക്കണത്, ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ വിചാരിക്കണത് ഇത് എന്താണ്? രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിടുന്ന, ഇതിൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കുമോ? ഇത് വളരെ ക്ലേശമല്ലേ, ഇതിൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കുമോ എന്നാണ്. അതാ പറഞ്ഞ, കയറിക്കഴിഞ്ഞാൽ ക്ലേശമല്ലോടോ. അതിൻ്റെ തീരത്തായിരിക്കണത്, ദൂരേക്കൊന്നും ഓടിപ്പോവില്ല, അതിൻ്റെ തീരത്തിരിക്കും. എന്തിനാ? ആരെങ്കിലും വരുമ്പോൾ ഒന്നും പിടിക്കില്ല.
വരുന്നവരങ്ങനെ നോക്കി സന്തോഷമായിട്ടിരിക്കുകയല്ലേ. അങ്ങനെ കട്ടിമുട്ടി പോണതിനെ നോക്കി സന്തോഷമായിട്ട് ആനന്ദമായിട്ടിരിക്കുക. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ 1000 എണ്ണം ഒഴുകുമ്പോൾ ഒന്നുണ്ടാവും സത്കർമ്മം പൂർണ്ണമായ ആൾ പിടിച്ചു കയറ്റുക. ഒരു 10,000 എണ്ണം പോകുമ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ സത്കർമ്മം പൂർണ്ണമായ ആൾ. അയാളെ പിടിച്ചു കയറ്റുക. അയാൾ അപ്പുറത്ത് പോയിരുന്നോളൂ. അയാളെ പണി എന്താണ്? എങ്ങനെ വരുന്ന ആൾക്കാരെ ഒരു 10,000-ൽ ഒരാളുണ്ടാവും, അതിനെ പിടിച്ചു കയറ്റും. ഇത് ക്ലേശമല്ല. അയാൾ നിശ്ചേഷ്ട കാഷ്ടം പോലെ ഇരിക്കില്ലെന്ന് ചോദിക്കരുത്. ജ്ഞാനി നിശ്ചേഷ്ടനല്ല. ആ മിഥ്യാധാരണ മാറ്റണം. ലോകത്തിൽ വിജ്ഞാനികളായ മഹാപുരുഷന്മാരാണ് ഏറ്റവും അധികം പ്രവർത്തിച്ച ആൾക്കാർ. ലോകത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യാസഭഗവാന്റെ ഒക്കെ ഒരു സ്ഥിതി. ഒരു നിമിഷം ഒരു സ്വാമിജിയില്ല. വ്യാസഭഗവാൻ ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്കാണ് ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്, പേപ്പറുണ്ട്, പെന്നുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. ഒന്നും പോരാണ്ട് വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. മന്ത്രങ്ങളങ്ങ് പറഞ്ഞാൽ മതി, അതങ്ങ് എഴുതിക്കോളും. അത് നാരായം വെച്ച് ഓലയിൽ എഴുതുക. എത്ര ലക്ഷം? 8 ലക്ഷം ശ്ലോകങ്ങൾ. ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്തു? 3 കുട്ടികളെ വരെ ഉണ്ടാക്കി കൊടുത്തു. എന്താ ഇല്ല? വ്യാസൻ ആദ്യം പറയുക, എന്നിട്ടല്ലേ ശങ്കരാചാര്യൻ പറയേണ്ടത്. എന്തൊക്കെയാ ചെയ്ത വ്യാസൻ. ഇനി ഭഗവാൻ ഭാഷ്യകാരനെ ശങ്കരാചാര്യ സ്വാമികളെ നോക്കൂ. അവിടുന്ന് 16 വയസ്സാകുമ്പോഴത്തേക്ക് ഭാഷ്യം പൂർത്തിയാക്കി തൂലിക താഴെ വെച്ചു. അനേക പ്രാവശ്യം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ചിലർ പറയും പറന്നു എന്നൊക്കെ പറയും. പറക്കുമോ? നല്ല നടന്നാന്യ. പറക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. സമ്പർക്കം ചെയ്ത് തന്നെയാണ് പോയത്. 4 മഠങ്ങളെ സ്ഥാപിച്ചു. ഇക്കണ്ട പ്രകരണ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. ശിഷ്യോപദേശം ചെയ്തു. ഇതരമത ഖണ്ഡനം ചെയ്തു. അദ്വൈത മണ്ഡനം ചെയ്തു. ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ. നേരെ മറിച്ച് അവരൊക്കെ ഈ വ്യവഹാരം വളരെ ക്ലേശാണെന്നും പറഞ്ഞ് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രരത്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പം വരാവുന്നത് അവർ വിജ്ഞാന്മാരായിരുന്നില്ല എന്നാണോ? ശങ്കരാചാര്യ വിജ്ഞാനി ആയിരുന്നില്ല, അതുകൊണ്ടാണ് വ്യവഹാരം ചെയ്തത് എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ശങ്കരാചാര്യർ വിജ്ഞാനി ആയിരുന്നില്ല. അല്ലെങ്കിൽ വേദവ്യാസ ഭഗവാൻ വിജ്ഞാനി ആയിരുന്നില്ല. ചില മൂഢന്മാർ, സപ്താഹാചാര്യന്മാരാ പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാമൂഢന്മാർ, അത്രയേ ഉള്ളൂ. വേദവ്യാസനൊന്നും വിജ്ഞാനിയായിരുന്നില്ല, അതുകൊണ്ട് സ്ത്രീ പുരുഷാദി ഭേദകൽപ്പന വ്യാസനുണ്ടായിരുന്നു, ശുഗബ്രഹ്മർഷിക്ക് അതുപോലും ഇല്ല. അപ്പോൾ ശുഗനാണ് വിജ്ഞാനി. ശുഗൻ വിജ്ഞാനിയാണ്, പക്ഷെ വ്യാസൻ വിജ്ഞാനി അല്ല എന്ന് പറയണോ? എന്തൊരു കഷ്ടം. എന്നിട്ട് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വ്യാസം വിജ്ഞാനി അല്ല എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. അവരല്ലേ ഏറ്റവും പ്രവർത്തിച്ചത്. വ്യവഹാരങ്ങളുടെ നടുക്കല്ലേ. ശങ്കരാചാര്യക്ക് ഇത് വേണ്ടി വന്നിട്ടില്ല, വ്യാസനും കുട്ടികളുണ്ടാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, ഒരു അറ്റാച്ച്മെൻറ്റും തനിക്കില്ല. പക്ഷെ ആ പെണ്ണിന് ഇങ്ങോട്ടുണ്ടാവരുതല്ലോ. കാരണം സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, പുരുഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തുണ്ടായി? അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കാൻ വികൃത രൂപത്തെ പ്രാപിച്ചു പോയി. അപ്പോൾ തനിക്ക് യാതൊരു കാമം ഉണ്ടായിട്ടല്ലല്ലോ. തനിക്ക് കാമമുണ്ടായിട്ടാണ് വ്യാസൻ പുത്രോത്പത്തി ചെയ്തതെങ്കിൽ വ്യാസന് നല്ല സെൻ്റൊക്കെ പൂശി ഒരു കുട്ടപ്പനായി എവിടെയാ പറയുക, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഇല്ലേ,
ഇന്ന് കല്യാണ ചെക്കന്മാർ പോണ പോലെ പോയാൽ പോരായിരുന്നോ? അതിന് പകരം വികൃതമായ രൂപം ധരിച്ച് കാണുന്നവർക്ക് നിന്ദ തോന്നുന്ന രൂപത്തെ പ്രാപിച്ചിട്ടാണ് പോയത്. മാതൃവചനം സാർത്ഥകമാക്കാൻ, അതിലുപരി ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ. അപ്പോഴാണ് നമ്മളിവിടെ പറയുക, വിജ്ഞാനി ഒരു പണി എടുക്കില്ലല്ലോ, ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ ക്ലേശാന്നറിയില്ല. അവന് ക്ലേശം ഇല്ലടേ, ഇവിടുന്ന് നോക്കുമ്പോഴാ ക്ലേശം. ആ ആ ഇവിടെ സാധകനെ സംബന്ധിച്ച് പല മാർഗങ്ങളെ അവലംബിക്കുന്നവരുണ്ട്. സാധകർ പല മാർഗങ്ങളെ അവലംബിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചും അവരവർ ഏത് സാധനാ പദ്ധതിയിലൂടെയാണോ പോകുന്നത് അതിനനുസരിച്ചും വിഭിന്നങ്ങളായ മാർഗങ്ങളെ സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകും. ഒരു വിജ്ഞാനി വ്യവഹരിച്ചോളണം എന്ന് നിയമമുണ്ടോ? ഇല്ല. വിജ്ഞാനി വ്യവഹരിക്കും എന്ന് നിയമമുണ്ടോ? ഇല്ല. വിജ്ഞാനി വ്യവഹരിക്കില്ല എന്ന് നിയമമുണ്ടോ? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അയാൾ ലോകമര്യാദകളെ സ്വീകരിച്ച് സാമാന്യ ലൗകികനായി കഴിയാം. അയാൾ ലോകമര്യാദകളെ സ്വീകരിക്കാതെ അവധൂത ഭാവത്തിൽ കഴിയാം. ഇത് വേറൊരാൾക്ക് നിർണയിക്കാനോ നിർദ്ദേശിക്കാനോ പറ്റില്ല. ശ്രദ്ധിക്കുക. ഏതായാലും വളരെ സന്തോഷം. അല്പം കഴിഞ്ഞ് തുടരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ത്രൈരംഗൈസ്തുഷ്ടവാംസുस्तनूभिर्व्यशेम देवहितं यदायुः न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम